ന്യൂനപക്ഷങ്ങൾക്കെതിരായ ഹിന്ദുത്വ ആക്രമണങ്ങൾക്കെതിരെ ദീപികയിൽ മുഖപ്രസംഗം. ഗ്രഹാം സ്റ്റെയിൻസിന്റെ ചുട്ടുകൊന്നതിന്റെ 25ാം വാർഷികം അനുസ്മരിച്ചാണ് മുഖപ്രസംഗം. ബിജെപിക്കെതിരെയും മുഖപത്രത്തിൽ പരാമർശിക്കുന്നുണ്ട്. തല്ലും തലോടലും നടത്തുന്നവർ ഒരിക്കൽ തലോടലും നിർത്തും. ഇത് തിരിച്ചറിയാനുള്ള സാക്ഷരത ന്യൂനപക്ഷങ്ങൾക്കുണ്ടെന്നും ദീപികയുടെ മുഖപ്രസംഗത്തിൽ പറയുന്നു. MK ഷുക്കൂർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷുക്കൂർ, ദീപികയിൽ എഴുതിയിരിക്കുന്ന ഈ മുഖപ്രസംഗത്തിൽ എന്തൊക്കെ വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? അമൃത, സിറോ മലബാർ സഭയുടെ അധ്യക്ഷനായി മാർ റാഫേൽ തട്ടിൽ നിയമിതനായ ശേഷം വളരെ ശക്തമായ ഒരു നിലപാട് സിറോ മലബാർ സഭയുടെ മുഖപത്രം സംഘപരിവാറിനെതിരെ സ്വീകരിക്കുകയാണ്. ഇതിപ്പോൾ രണ്ടാം തവണയാണ് അദ്ദേഹത്തിന്റെ ചുമതല ഏറ്റെടുത്തതിനു ശേഷം ശക്തമായ മുഖപ്രസംഗങ്ങളും ലേഖനങ്ങളും ഈ സംഘടനയുടെ മുഖപത്രത്തിൽ പ്രസിദ്ധീകരിക്കുന്നത്. ഇന്നിപ്പോൾ സുവിശേഷ പ്രവർത്തകനായിരുന്ന ഗ്രഹാം സ്റ്റെയിൻസിനെയും 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും ഹിന്ദുത്വവാദികൾ ചുട്ടുകൊന്നിട്ട് 25 വർഷം തികയുന്ന ദിനത്തിലാണ് വളരെ ശക്തമായ ഒരു മുഖപ്രസംഗം ദീപിക എഴുതിയിരിക്കുന്നത്. വിവേചിക്കാൻ ക്രൈസ്തവർക്കറിയാം എന്ന തലക്കെട്ടിൽ വന്ന മുഖപ്രസംഗത്തിൽ ഉത്തരേന്ത്യയിൽ ക്രൈസ്തവരെ ദ്രോഹിക്കുന്ന സംഘടനകളുടെ ഭാഗമായിരിക്കുകയും നിശബ്ദരായിരിക്കുകയും ചെയ്യുന്നവർ കേരളത്തിൽ രക്ഷകരായി വരുന്നു എന്ന് പറയുന്നു. ഇത് തിരിച്ചറിയാനുള്ള സാക്ഷരത ന്യൂനപക്ഷങ്ങൾക്കുണ്ട്. തലോടുമ്പോഴും തല്ലിയ കൈകളെ ക്രൈസ്തവർക്ക് തിരിച്ചറിയാനാകും. ഹിന്ദു വർഗീയവാദിയായ ധാരാ സിംഗും കൂട്ടരുമാണ് ഗ്രഹാം സ്റ്റെയിൻസിനെ ചുട്ടുകൊന്നത്. മതപരിവർത്തന നിരോധന നിയമം ഉപയോഗിച്ച് വളരെ വലിയ വേട്ടയാടലാണ് ക്രൈസ്തവർക്കെതിരെ നടക്കുന്നത്. 13 സംസ്ഥാനങ്ങളിൽ വലിയ ആക്രമണം ക്രൈസ്തവർ നേരിടുന്നു. കന്യാസ്ത്രീകൾക്കൊപ്പം ഒരു പെൺകുട്ടിക്ക് നടന്നു പോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. അങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ വർഗീയവാദികളെ ഈ പെൺകുട്ടിയുടെ സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ട ഒരു ദുരന്ത സാഹചര്യം സഭയും പ്രവർത്തകരും നേരിടുന്നു എന്ന കാര്യം. ന്യൂനപക്ഷങ്ങൾക്കെതിരായ ഹിന്ദുത്വ ആക്രമണങ്ങൾക്കെതിരെ ദീപികയിൽ വളരെ ശക്തമായ മുഖപ്രസംഗമാണുള്ളത്. വിവരങ്ങളാണ് MK ഷുക്കൂർ നൽകിയത്.